പി ജെയിംസ് ചേരുന്നു. ജെയിംസ്, നമ്മളിവിടെ വിലാപയാത്രയിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാഴ്ച കുറേയധികം കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ പ്ലസ് ടുവിലോ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ജെന്നിസഡ് എന്നൊക്കെ വിളിക്കുന്ന കുട്ടികൾ ധാരാളമായി എത്തുകയാണ് വി എസിനെ കാണാൻ. അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് വി എസിനെ പറ്റി, വി എസ് എൻ രാഷ്ട്രീയത്തെ പറ്റി നന്നായി ധാരണയുണ്ട്. എനിക്കൊരു പക്ഷേ അത് അത്ഭുതമായി തോന്നി ജെയിംസ്. കാര്യം ഈ കുട്ടികൾ നമ്മൾ കരുതിയിരുന്നത് ഇവർക്ക് അങ്ങനെ രാഷ്ട്രീയത്തെ നോക്കാത്തവരോ, പ്രത്യേകിച്ച് വി എസിൻ്റെ അദ്ദേഹത്തിൻ്റെ സജീവ രാഷ്ട്രീയ കാലത്ത് ജീവിക്കാത്തവരോ ആയ കുട്ടികളാണ്. അപ്പോൾ ഏതേത് അർത്ഥങ്ങളിൽ വി എസിനെ അവർ മനസ്സിലാക്കി വെച്ചു എന്ന് അറിഞ്ഞപ്പോൾ വലിയ ബഹുമാനം, ആ കുട്ടികളോട് വലിയ ബഹുമാനവും വലിയ വി എസിനോടുള്ള സ്നേഹാതിരേകം കൂടുകയും ചെയ്തു. ജെയിംസ്, എന്തുകൊണ്ടാകാം പുതിയ കുട്ടികൾക്കും ആ വി എസിനെ അങ്ങേയറ്റം വൈകാരികമായി കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടാവുക? ജെയിംസ്, ഹാഷ്മി പറഞ്ഞത് വളരെ ശരിയാണ്. പാതിരാത്രിയിലും നമ്മൾ കണ്ടതാണ് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങളും പെൺകുട്ടികളും വന്ന് ചങ്ക് പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടതാണ്. ഒരു തരത്തിലുള്ള ഒരു കണക്ഷൻ ഈ പുതിയ തലമുറയുമായിട്ട് വി എസിനുണ്ട്. തലമുറകളെ അതിജീവിക്കുന്ന ഒരു വലിയ കാന്തിക ശക്തി വി എസിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ പത്രപ്രവർത്തകർ, ഞങ്ങൾ ചെറുപ്പക്കാരായിരുന്ന കാലത്താണ് വി എസുമായിട്ട് ഏറ്റവും വലിയ അടുപ്പമുണ്ടായിരുന്നത്. നമ്മളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മൂല്യബോധവും ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ദാഹമൊക്കെ ഞങ്ങൾ കണ്ടെത്തിയത് വി എസിനെ പോലൊരു നേതാവിലാണ്. അതിന് രാഷ്ട്രീയമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വകഭേദങ്ങൾ ഇല്ലായിരുന്നു. കാരണം വി എസിനോട് തോന്നിയത് വി എസ് എല്ലാവരുടെയും പോരാട്ടത്തിൻ്റെ മുഖത്തിലാണ് നിന്നിരിക്കുന്നത്. ഭരണത്തിൽ വന്നത് 82ാം വയസ്സിലാണ്. അതുവരെ അദ്ദേഹം അധികാരത്തിൻ്റെ ഈ കോട്ടക്കൊത്തളങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു. വി എസ് എന്നും പോരാളിയായിരുന്നു. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴൊക്കെ അദ്ദേഹം നിയമസഭയിൽ നടത്തിയ, ഇപ്പോൾ ദർബാർ ഹാളിലാണ് നമ്മൾ വി എസിൻ്റെ ഭൗതിക ശരീരം അവിടെ ചലനമേറ്റിരിക്കുന്നത്. പക്ഷേ ഈ ദർബാർ ഹാളിൽ എത്രയോ തവണ വി എസ് ഭരണരംഗത്തെ മാറ്റങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ ഒടുവിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയതൊക്കെ ഈ ദർബാർ ഹാളിലാണ്. ഇവിടെ നിന്ന് അല്പം മാറിയാണ് പഴയ നിയമസഭ, സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭയിൽ വി എസിൻ്റെ ശബ്ദം മുഴങ്ങുന്ന ഇതവിടെയാണ്. മുഖ്യമന്ത്രിയായി അതിൻ്റെ തൊട്ടടുത്തുള്ള 1ാം നമ്പർ ഇതിലാണ്, ടവറിലാണ്, അതിൻ്റെ 3ാം നിലയിലാണ് വി എസ് മുഖ്യമന്ത്രിയായിരുന്നത്. അപ്പോൾ ഈ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ വി എസ് നടത്തിയ പോരാട്ടം അത് പുന്നപ്രയിലെ ചെറ്റക്കുടിൽ നിന്ന് കടന്നു വന്ന് 80-85 വർഷത്തിനുള്ളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ അദ്ദേഹം കേരളത്തിൻ്റെ മനസ്സിലേക്ക് കയറിയ ചരിത്രം കൂടിയാണ്. ആ ചരിത്ര സ്ഥലത്ത് നിന്നാണ്, ദർബാർ ഹാളിൽ നിന്നാണ് വി എസ് തൻ്റെ അന്ത്യയാത്ര തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആലപ്പുഴയിലേക്ക്, പുന്നപ്ര വയലാറിൻ്റെ നായകൻ കടന്നു പോകാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഹാഷ്മി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓരോ സ്ഥലവും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മൾ ഇലക്ഷൻ കാലത്തൊക്കെ വി എസിൻ്റെ കൂടെ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ ഓരോ ബുക്കിലും മൂലയിലും വി എസിനെ കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. വി എസിൻ്റെ നീട്ടിക്കുറുക്കിയുള്ള സംസാരം, വി എസിനെ കാണുമ്പോഴേക്കും മറ്റു വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും വിളിക്കുന്നുണ്ട്, നെഞ്ചിലെ റോസാപ്പൂവേ എന്നും കണ്ണേ കരളെ വി എസ് എ എന്നുള്ള മുദ്രാവാക്യം എത്രയോ നാളായി നമ്മൾ കേൾക്കുന്നതാണ്. വി എസ് ചലനമറ്റ് കിടക്കുമ്പോഴും അവരെ ചങ്ക് പൊട്ടുന്ന ഇതിൽ വിളിക്കുന്നതിൻ്റെ ഒരു കണക്ഷൻ ഈ മാറ്റത്തിന് വേണ്ടിയുള്ള പുതിയ തലമുറയുടെ ദാഹത്തെ പ്രക്ഷുബ്ധ യൗവനം എന്ന് വേണമെങ്കിൽ വി എസിനെ വിളിക്കാം. വി എസ് പറഞ്ഞല്ലോ, തല കുനിക്കാത്തതാണ് യൗവനം എന്ന് വി എസ് പറഞ്ഞത് ഈ ചെറുപ്പത്തെ കോർത്താണ്. അതുകൊണ്ടാണ് ജോസഫ് സി മാത്യുവിനെ പോലുള്ളവർ പറഞ്ഞത് വി എസ് ഇപ്പോഴും യുവാവായിരുന്നു. ഞങ്ങളൊക്കെ കണ്ട വി എസ് ഒരിക്കൽ പോലും വി എസിനെ ഒരു പ്രായമുള്ള ഒരാളായിട്ട് കണ്ടിട്ടില്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ചെറിയ വിമർശനം പറഞ്ഞപ്പോഴേക്കും മലയാളി മുഴുവൻ വി എസിന് വേണ്ടി രംഗത്തിറങ്ങിയത് വി എസിൻ്റെ യൗവനവും യുവത്വവും ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് വാർദ്ധക്യം എന്ന് പറയുന്നതൊക്കെ ഒന്നായിരുന്നു. ആ തരത്തിലുള്ള പോരാട്ടത്തെയാണ് ഒരുപക്ഷെ വി എസിൽ കണ്ടതോ എന്ന് മാത്രമല്ല, പാർട്ടിക്ക് തെറ്റുപറ്റിയപ്പോഴും അത് തിരുത്താനുള്ള ഒരു തൻ്റെ ഇടം. TP ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോയി വിങ്ങിപ്പൊട്ടുന്ന വി എസിനെ നമ്മൾ കണ്ടു. ഒരിക്കലും വി എസിനെ അധികം നമ്മൾ വിങ്ങിപ്പൊട്ടി കണ്ടിട്ടുണ്ടാവില്ല. അമ്മ മരിച്ചപ്പോൾ താൻ കരഞ്ഞ കാര്യം വി എസ് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ബയണറ്റ് കുത്തിയിറക്കി ഈ ചോര ചീറ്റിയപ്പോഴും വി എസ് കരഞ്ഞിട്ടില്ല. വി എസ് പോരാടുകയായിരുന്നു. വി എസ് പറഞ്ഞ കഥയിൽ കള്ളൻ കോലപ്പൻ പറഞ്ഞ കഥ കൂടിയാണ്. കാരണം വി എസിന് ബോധമില്ല, മരിച്ചുവെന്ന് കരുതി കൈതക്കാട്ടിൽ തള്ളിയതാണ്. അവിടെ മരിച്ചു പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വലിയ വിപ്ലവ നേതാവ് നമുക്കുണ്ടാവുമായിരുന്നില്ല. അവിടെ നിന്ന് പോയ പോക്കാണ് ഈ സെക്രട്ടേറിയറ്റിലെ അധികാരത്തിൻ്റെ വലിയ തലങ്ങളിലേക്ക് എത്തിയത്. ഒരുപക്ഷെ കേരളത്തെക്കുറിച്ചൊരു വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. ആർ ശങ്കറിന് ശേഷം പിന്നോക്ക സമുദായങ്ങളിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഇവിടെയും അധികാരത്തിൻ്റെ ഇതിലും ഒരുപക്ഷെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ ഇതുണ്ടായിരുന്നു. അതിനെയൊക്കെ
തള്ളി മാറ്റിയാണ്, ഒരുപക്ഷെ പാർട്ടിയിലെ ഒരു വിഭാഗം പോലും ശ്രമിച്ചിട്ടും കേരളത്തിൻ്റെ സമൂഹം ഒന്നടങ്കം നിന്ന് VS-നെ അധികാരത്തിൻ്റെ തലപ്പത്തേക്ക് എത്തിച്ചത്.